കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയും എങ്കേക്കാട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി എങ്കേക്കാട് പ്രവീൺ സ്ക്വയറിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും നടന്നു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച യോഗം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവ് തിരുത്തിയിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ VM മനീഷ്, അഖിൽ, കോൺഗ്രസ് നേതാക്കളായ TP ഗിരീശൻ, ശ്രീജ ചെറിയപുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യക്ഷൻ കോൺഗ്രസിന്റെ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ്, പ്രിയങ്കരനായ മനീഷ്, ആകാശ്, ഉണ്ണിയേട്ടൻ, പ്രിയപ്പെട്ട ഗിരീശേട്ടൻ, പ്രിയപ്പെട്ട സെക്രട്ടറി, പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ, പ്രിയങ്കരനായ പ്രവീണിന്റെ പിതാവ് ഉണ്ണിയേട്ടൻ, പ്രിയപ്പെട്ട മനീഷിന്റെ പിതാവ് കൂടിയായ പ്രിയങ്കരനായ ഉണ്ണിയേട്ടൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കൾ. കേരളത്തിന്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന പേരാണ് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ. കേരളത്തിലെ ഒട്ടുമിക്ക പദ്ധതികളിലും കൃത്യമായ പങ്ക് വഹിച്ച ഒരു നേതാവ്. K. കരുണാകരന് ശേഷം കേരളത്തെ കൃത്യമായ ദിശാബോധത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കൊണ്ടുപോയ നേതാവ്. കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും അതിനൊക്കെ നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി. അങ്ങനെ കേരളത്തിലെ സമഗ്ര മേഖലയിലും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു കാൽവയ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും ആ വിടവ് ഇതുവരെയും നികത്താൻ സാധിച്ചിട്ടില്ല. കാരണം അത്രയും ജനകീയനായ നേതാവ്, സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പിയ, സാധാരണക്കാരൻ്റെ കൂടെ നിന്ന, സാധാരണക്കാരന് എന്നും ഒരു കൈത്താങ്ങായി തണലായി നിന്ന ഒരു മുഖ്യമന്ത്രി. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് നഷ്ടമായിട്ട് ഇപ്പോൾ 1 വർഷം തികയാണ്. പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ എല്ലാവരും അത് മുഴുവൻ കണ്ടതാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അമ്മമാരും കുട്ടികളും മുതിർന്ന ആളുകളും അങ്ങനെ എല്ലാവരും വിഷമിക്കുന്നതും കരയുന്നതും ഒക്കെ നമ്മളൊക്കെ കണ്ട കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഇന്ന് ഇല്ല. ആ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ് എന്നും ഏതൊരു കോൺഗ്രസ്സുകാരൻ്റെയും ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ, ഉമ്മൻചാണ്ടി എന്ന നാമം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം